നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പോരാളിയായിട്ടുള്ള പ്രിയങ്കരനായ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചു വീണ സ്ഥലമുണ്ട് വയനാട്ടിൽ. പുൽപ്പള്ളിക്കടുത്ത് മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ച് ധീര രക്തസാക്ഷിയായത്. ആ രക്തസാക്ഷിത്വം നടന്ന സ്ഥലം ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പ് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി ഉയർത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം മരിച്ചു വീണ സ്പോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പഴശ്ശിരാജാവ് വെടിയേറ്റ് മരിച്ച സ്ഥലം ഏകദേശം പുൽപ്പള്ളിയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. പഴശ്ശിരാജാവിൻ്റെ മരിച്ചു വീണ സ്പോട്ടിലേക്ക് നടക്കാനുള്ള പാതയുണ്ട്. അതിൽ ഞാനിങ്ങനെ അവിടെ ലക്ഷ്യമാകെ നീങ്ങുകയാണ് കേട്ടോ. കുറച്ച് സഞ്ചാരികളൊക്കെ ഇവിടെയുണ്ട്. സമയം ഇപ്പോൾ വൈകുന്നേരം 3 മണിയാണ്. ഈ സ്മാരകം ഒരു സ്മാരകം മാത്രമായിട്ടല്ല സർക്കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായിട്ടാണ് സർക്കാർ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മളീ കാണുന്ന ചിത്രങ്ങൾ പഴശ്ശിരാജയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേയധികം ചിത്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംഗതിയാണ്. മറ്റ് പരിസരങ്ങളിലേക്ക് ക്യാമറ തിരിച്ചാൽ വളരെ മനോഹരമായി പാർക്ക് സംരക്ഷിക്കുന്നത് കാണാം. ഇതിപ്പോൾ 7 വർഷത്തോളമായി ഉദ്ഘാടനം നിർവഹിച്ചിട്ട്. കേരളവർമ്മ പഴശ്ശിരാജ 1753 ഇന്നത്തെ മട്ടന്നൂരിനടുത്തുള്ള പഴശ്ശി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനിച്ചത്. അസാമാന്യ ആയോധന വീര്യം കണക്കിലെടുത്ത് പഴശ്ശിക്ക് കേരള സിംഹമെന്ന വിശേഷണം ലഭിച്ചിട്ടുണ്ട്. പഴശ്ശിയുടെ പരദേവതയായ മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഇന്ന് വളരെയധികം പ്രസിദ്ധമാണ്. പഴശ്ശിയുടെ വലം കൈയാളായിരുന്ന കണ്ണവത്തം നമ്പ്യാരും ഇടച്ചേനക്കൊങ്കനുമൊക്കെ നമ്മുടെ ഇടയിൽ വളരെയധികം പ്രസിദ്ധരാണല്ലോ. 1805 നവംബർ 30 ഈ പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാന്തോട്ടിൽ ആ തീരത്ത് വെച്ചാണ് ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് വീരപഴശ്ശി മരണമടഞ്ഞത്. അവസാന നിമിഷം പഴശ്ശി വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തതായിട്ടും അങ്ങനെ 2 വാദങ്ങൾ നിലനിൽക്കുന്നു. ഇതൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്ന ചിത്രങ്ങളാണ്. പഴശ്ശിരാജാവ് വെടിയേറ്റ് മരിച്ച സ്ഥലം ഏകദേശം പുൽപ്പള്ളിയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. 12 കിലോമീറ്റർ അകലെയാണ് പുൽപ്പള്ളിയിൽ നിന്ന്. കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന ഒരു സ്ഥലമാണ്. ഈ മാവിലാന്തോട് കഴിഞ്ഞാൽ പിന്നെ കർണാടക അതിർത്തിയാണ്, പിന്നെ അത് ഫോറസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പഴശ്ശിയുടെ മരിച്ച സ്മൃതി മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ഈ ടൂറിസം വകുപ്പ് കാര്യമായിട്ടുള്ള നെയിം ബോർഡുകളും മറ്റൊന്നും റോഡുകളിൽ വെച്ചിട്ടില്ല എന്നുള്ളത് ഒരു ദയനീയമായ സംഗതിയാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ തപ്പിപ്പിടിച്ച് വഴി കാണുന്ന മുഴുവൻ ആളുകളോടും വഴി ചോദിച്ച് വരേണ്ട ഒരു ഗതികേടാണ് ഒരു സഞ്ചാരിയായി വരുന്ന ആൾക്ക് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഗവൺമെൻറ് ചെയ്യേണ്ടത് മിക്കവാറും മാനന്തവാടിയിൽ നിന്നും അതുപോലെ തന്നെ ബത്തേരിയിൽ നിന്നും ഒക്കെ ടൂറിസ്റ്റായി വരുന്ന ആളുകൾക്ക് കൃത്യമായ നെയിം ബോർഡുകൾ വെച്ചുകൊണ്ട് സഹായിക്കണം. ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ട് എങ്കിൽ പോലും സാധാരണഗതി വരുന്ന ഒരാൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള കൃത്യമായിട്ടുള്ള വഴി പരിചയപ്പെടുത്തൽ ബോർഡുകൾ നിർബന്ധമായി വെക്കേണ്ടതെന്നാണ് ഒരു സഞ്ചാരി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പഴശ്ശിരാജ വെടിയേറ്റ് വീണ സ്പോട്ടിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് വരുന്ന റൂട്ടിൽ വരുമ്പോൾ പുൽപ്പള്ളി എത്താനാകുന്നതിന് മുമ്പ് ഒരു 5 കിലോമീറ്റർ മുമ്പ് തന്നെ തിരിഞ്ഞ് ഈ മാവിലാന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. അതേസമയം മാനന്തവാടിയിൽ നിന്ന് വരുന്ന ആളുകൾ പുൽപ്പള്ളി വന്നിട്ട് പിന്നെ നേരെ ഈ മാവിലാന്തോട് ലക്ഷ്യമാക്കി വരാനുള്ള റോഡുണ്ട്. റോഡൊക്കെ മികച്ച റോഡുകൾ കേട്ടോ. റോഡെല്ലാം നന്നായി വൃത്തിയായി സൂക്ഷിക്കേണ്ടത്, എല്ലാ കട്ടറുകളൊന്നും ഇല്ലാണ്ട്
നന്നായിട്ട് തന്നെ റോഡെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് സർക്കാരിനെ ഏതായാലും അഭിനന്ദിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചു വീണ സ്പോട്ട് കേട്ടോ. അവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം അത് വളരെ മനോഹരമായി ഗ്രാനൈറ്റൊക്കെ ഇട്ട് വലിയ, എത്രയോ കാലം കാട് മൂടിക്കിടന്ന ഈ പ്രദേശം കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലാണ് കാട് വെട്ടിത്തെളിച്ച് മനോഹരമായ രീതിയിൽ ഈ രീതിയിലേക്ക് മാറ്റം വരുത്തിയത്. അതിന് ഏതായാലും സംസ്ഥാന സർക്കാരിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. നാട്ടുകാരുടെ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സ്മാരകം ഇവിടെ. ഇതാണ് പഴശ്ശിരാജ ശരിക്കും വെടിയേറ്റ് വീണ സ്ഥലം. കേരള സിംഹം പഴശ്ശിത്തമ്പുരാൻ്റെ രക്തസാക്ഷിത്വ സ്മാരകം. കറക്റ്റ് ഇവിടെയാണ് പഴശ്ശിരാജ കറക്റ്റ് വെടിയേറ്റ് വീണത്. ഇതിൻ്റെ പരിസര പ്രദേശമൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. പരിസര പ്രദേശമൊക്കെ വനമാണ്. ഇതിൻ്റെ പരിസരമൊക്കെ വനമാണ്. പഴശ്ശി രാജാവിൻ്റെ സ്മാരകത്തിലേക്ക് ഞാൻ കയറിപ്പോട്ടെ. ഇങ്ങനെ കയറിയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതാ പഴശ്ശി രാജാവിൻ്റെ പ്രതിമേൻ്റെ ഒപ്പം അടുത്ത് നിൽക്കുക കേട്ടോ. നിൽക്കാം. പഴശ്ശി രാജാവിൻ്റെ പ്രതിമയുടെ അടുത്ത്. അപ്പോൾ പഴശ്ശി രാജാവിൻ്റെ സ്മാരകം, വെടിയേറ്റ് വീണ സ്ഥലത്തുള്ള സ്മാരകത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ പതുക്കെ കടന്നു പോവുകയാണ്. വരാൻ പറ്റുന്ന ആളുകളെല്ലാം തീർച്ചയായിട്ടും ഈ പഴശ്ശിയുടെ രക്തം വീണ ഈ മണ്ണിലേക്ക് വരേണ്ടതാണ് കേട്ടോ. നമ്മൾ ലക്ഷങ്ങളൊക്കെ മുടക്കി മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ നാടിനു വേണ്ടി പോരാടി മരിച്ച പഴശ്ശി രാജാവിനെ നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി തീർച്ചയായും ഈ സ്മാരകത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ആളുകൾ തീർച്ചയായും എത്തിച്ചേരേണ്ടതാണ്. മാവിലാന്തോട്ടിലെ പഴശ്ശി സ്മാരകത്തിൽ ഈ കുട്ടികൾക്ക് കളിക്കാനും ആളുകൾക്കൊക്കെ ചെറിയ വിനോദത്തിനുള്ള കാര്യങ്ങൾ കൂടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ധീര രക്തസാക്ഷിത്വം വഹിച്ച ഈ പഴശ്ശിയുടെ രക്തമിറ്റ് വീണ ഈ സ്ഥലത്തെ കാഴ്ചകളും മറ്റ് വിശേഷങ്ങളുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.